നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. റംസാൻ സന്ദേശം പകർന്നുകൊണ്ട് അരൂരിൽ ഇഫ്താർ വിരുന്ന് നടത്തി. ചന്ദരൂർ അൽ ഫുർഖാൻ ഗ്രൂപ്പ് സംഘടിപ്പിച്ച റംസാൻ സന്ദേശ പ്രചരണവും ഇഫ്താർ വിരുന്നും പുണ്യമാസത്തിന് വർണ്ണാഭ പകർന്നു. മനുഷ്യരെല്ലാവരും പരസ്പര സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, കരുണയുള്ളവരും പരസ്പരം സഹായിക്കുന്നവരുമാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മസ്ജിദുൽ അമാൻ ചീഫ് ഇമാം അസീസ് ഭാഗവി പ്രസ്താവിച്ചു. വർഷക്കാലത്തോളം ഒരു സംഭവം നമുക്ക് കിട്ടി. അൽഹംദുലില്ലാഹ് ഇപ്പോഴും നമ്മളൊക്കെ ഹയാത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി വരാനുള്ളതെന്താ? വൽ മൗത്ത്, മരണം. അതും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ ജീവിതവും മരണവും തമ്മിലുള്ള വ്യത്യാസം ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് മുമ്പ് അറിയാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു ഉമ്മ ഗർഭിണിയാകുന്നതിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുണ്ട് എന്ന വിവരം അറിയാൻ കഴിയും. അങ്ങനെ വന്ന് ഡോക്ടർമാര് പ്രസവത്തിന്റെ സമയം നമ്മെ അറിയിക്കും. അപ്പൊ ചുരുങ്ങിയത് മാസങ്ങൾക്ക് മുമ്പേ ഒരു കുഞ്ഞിന്റെ വരവും ജീവിതത്തെക്കുറിച്ചും നമുക്കറിയുമെങ്കിൽ മരണം എന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ഒരു സെക്കൻഡ് നേരം പോലും മുമ്പേ നമുക്കറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് അല്ലാഹു തന്ന ജീവിതകാലത്ത് ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്യുന്നവർ ആരാണ് എന്നൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമുക്കൊക്കെ വിജയിക്കാൻ കഴിയും. കൂടാതെ മയക്കുമരുന്നുകളുടെയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും പിടിയിൽ നിന്ന് റംസാൻ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നാടിനെ രക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ അൽ ഫുർഖാൻ പ്രസിഡന്റ് അജ്മൽ ചിറയിൽ അധ്യക്ഷനായിരുന്നു. അർ റഹ്മ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ എഫ്.എം. ഫാറൂഖ് മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി വി കെ സിറാജുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് അരൂർ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കുന്നേൽ, വി എ മിർസാദ്, അൽ ഫർഖാൻ സെക്രട്ടറി എം റാസ്, മസ്ജിദുൽ ഇമാമുമാരായ കുഞ്ഞാമി മൗലവി, കബീർ മൗലവി, മനാഫ് എന്നിവരും സംസാരിച്ചു. അർ റഹ്മ ചാരിറ്റബിൾ സൊസൈറ്റി നിർധനരായ കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റ് വിതരണവും നടത്തി. മികച്ച പ്രവർത്തനങ്ങൾക്ക് അർ റഹ്മ ചാരിറ്റബിൾ സൊസൈറ്റി വക ഉപഹാരം അൽ ഫുർഖാൻ നൽകപ്പെട്ടു.